ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, സാർ ചെറിയൊരു ജോലിയൊക്കെ തന്നു. അതുകൊണ്ട് ഇനി ഈയുടെ ക്ലാസ് കാണത്തില്ല എന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളിലേക്കൊക്കെ വരാം. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഈശോയെ, ഇന്ന് ഞങ്ങൾ അങ്ങയെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുമുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം ഞങ്ങൾ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ മേൽ കരുണയാകണമേ, കൃപയാകണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെ, ഞങ്ങൾക്ക് വേണ്ടി സകല വിശുദ്ധരെ, സകല മലഹമരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ ഈശോ എനിക്കാരാണ്, നിനക്കാരാണെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വരണം. നിങ്ങൾ എഴുതാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചെന്നൊക്കെ വിചാരിക്കുന്നു. സാർ കഴിഞ്ഞ ആഴ്ച ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി ഒരിക്കൽ പുള്ളി ഇതുപോലെ തന്നെ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച് വളരെ മിടുക്കനായിട്ടൊക്കെ പഠിച്ചു. അതിനുശേഷം പുള്ളി നമുക്കറിയാലോ, +2 കഴിയുമ്പോഴത്തേക്കും നമുക്കൊരാഗ്രഹമുണ്ട് വീട്ടിൽ നിന്നൊക്കെ മാറി കുറച്ചൊക്കെ ഒന്ന് വേറെ എവിടെയെങ്കിലൊക്കെ പോയി താമസിച്ച് പഠിച്ച് അടിച്ച് പൊളിച്ച് കഴിയണമെന്നൊക്കെ ആഗ്രഹമുണ്ടല്ലോ. സ്വാഭാവികം അവനും ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി പുറത്തൊക്കെ പോയി പഠിച്ചു. പുള്ളി അതിനുശേഷം സൺഡേ സ്കൂളിൽ ഈ പറഞ്ഞ പോലെ അവൻ അവധിക്ക് വന്നപ്പോഴത്തേക്കും എന്നെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെയൊക്കെ സ്നേഹമുണ്ട് കേട്ടോ. നിങ്ങളും അങ്ങനെ വേണം. നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മൾ പോയാലും നമ്മുടെ ടീച്ചർമാരെ കിടക്കുന്നത് കാണാം. അവർക്കൊന്ന് സന്തോഷമെന്നറിയാമോ? ലഡു മുട്ടയൊന്നും മേടിച്ചുകൊണ്ടൊന്നും പോകണ്ട, നമുക്ക് ചെന്ന് കണ്ടാൽ മതി. അപ്പോൾ തന്നെ കണ്ടോ അവരെന്നെ കാണാൻ വന്നല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവൻ ക്ലാസ്സിലൊരു കൊച്ചു കില്ലാടിയായിരുന്നു. അപ്പം സാറേ എന്നാ ഉണ്ട് വിശേഷം? അതിന് ഭയങ്കര സന്തോഷം. ഇപ്പോഴും സാറ് ഈ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ 11ലെ പുസ്തകമൊക്കെ തന്നെയാണല്ലോ അല്ലേ? 12ലെ പുസ്തകം മാറ്റമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഒന്ന് ഓക്കെ, സന്തോഷമെല്ലാം കേട്ടു. എന്ന് വെച്ചാൽ മോനെ എന്നോട് വിശേഷമൊക്കെ. സാറേ ഞാൻ വന്നതേ ഒരു കാരണം, സംഘങ്ങളെ കാണണം, എല്ലാവരെയും കണ്ടു. അവസാനം സാറിൻ്റെ അടുത്ത് വന്നതേ. സാറേ ഞാനവിടെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ എല്ലാ ഞായറാഴ്ചയൊന്നും പോകാറില്ല. അപ്പോൾ സാറ് പറഞ്ഞായിരുന്നല്ലോ വേറെ എവിടെ ചെന്നാലും എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നൊക്കെ. എല്ലാ ഞായറാഴ്ചയൊന്നും പോകാറില്ല. ഞാൻ ചോദിച്ചാൽ അത് പോകാത്തത്. അല്ല, അതൊന്ന് പറയാൻ വേണ്ടിയാണ് സാറേ വന്നത്. എനിക്ക് സാറേ ഒരു സംശയമുണ്ട്. സംശയം എന്നുള്ളതല്ല, എൻ്റെ ഒരു ബോധ്യം അതാ. കാരണം ഈ പള്ളിയിൽ തന്നെ പോയി പ്രാർത്ഥിക്കുന്നുണ്ടോ സാറേ? എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചാൽ പോരെ? സാറേ എനിക്ക് ഈശോയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈശോയെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി, വേറെ പലരും ഇല്ലേ? കാരണം പുള്ളി ഒരു സോഷ്യലിസ്റ്റ് ആണ്. ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ അങ്ങ് ഇഷ്ടപ്പെടണം. ഞാൻ പറഞ്ഞു ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടണം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈശോയെ നിൻ്റെ ആരാ? അത് സാറേ ഈശോ ദൈവമാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ കൊല്ലം വരെ ഈശോ ദൈവമാണ്, എൻ്റെ രക്ഷകനാണെന്ന് പറഞ്ഞവൻ ഈ ആഴ്ച ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കിനും, ഒരു കൊല്ലം ആയില്ല, ഈശോ എൻ്റെ ദൈവമാണെന്നാണ് പറയുന്നത്. പക്ഷേ നിൻ്റെ പ്രശ്നം എന്താ? സാർ അത് ഇത്രയേ ഉള്ളൂ. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഈശോ ഒരു പ്രവാചകനായിരുന്നു, അങ്ങനെ ആളുണ്ട്, പുള്ളി ഇല്ലെന്നൊന്നും പറയുന്നില്ല. ലോകത്ത് ഒത്തിരി പേരുണ്ട്. അപ്പം എവിടെയെങ്കിലൊക്കെ വിശ്വസിച്ചാൽ മതി, ദൈവം എന്ന് പറയുന്നത് എവിടെയെങ്കിലൊക്കെ വിശ്വസിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അങ്ങ് പോയാൽ മതി. അപ്പോൾ ഈശോ എനിക്കിപ്പോൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ദൈവം. അവൻ്റെ പോക്ക് നോക്കണേ. ഞാൻ ചോദിച്ചു നീ എന്തായി പറയുന്നത്? അല്ല സാർ എവിടെയെങ്കിലും വിശ്വസിച്ചാൽ പോരെ, ഈശോയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, ക്രൈസ്തവനായ മാത്രമേ രക്ഷയുള്ളൂ എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ അവരോട് വളരെ സ്നേഹത്തിൽ പറഞ്ഞു. ഞാനിങ്ങനെ തോളത്ത് കൈയിട്ടിട്ട് പറഞ്ഞു, മോനെ ഒരൊറ്റ മറുപടി ഇതിനുള്ളൂ. നീ എന്ത് വിശ്വസിച്ചാലും എന്ത് പറഞ്ഞാലും ഒറ്റ ഉത്തരവേ ഉള്ളൂ അതിന്. ഈശോയാണ് ഏകരക്ഷകൻ, ഈശോ മാത്രമാണ് ഏകരക്ഷകൻ. അത് യാതൊരു സംശയവുമില്ല. ഇനി അപ്പം ഇവന് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവനോട് ബാക്കി കൂടെ പറയണമല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ സൺഡേ സ്കൂൾ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അവസാനം അവൻ്റെ ബോധ്യങ്ങളൊക്കെ അവൻ മാറ്റി, അവൻ ആ ഒരു സന്തോഷത്തോടെ അവിടെ തിരിച്ചു പോയി. ഞാൻ പറഞ്ഞത് നമ്മൾ പലർക്കും ഉള്ളൊരു സംശയം, നമ്മുടെ ചുറ്റുമുള്ള പലരും വന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇനി അവർ പറഞ്ഞത് ശരിയാണോ, ഇവർ പറഞ്ഞത് ശരിയാണോ, ഇനി ഈശോ അല്ലാതെ വേറെ ഈശോയ്ക്ക് വല്ല ഡ്യൂപ്ലിക്കേറ്റ് വല്ലോ അവതാരങ്ങൾ വല്ലയിടത്തും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചാൽ മതി, വിശ്വസിക്കുന്ന ഇവിടെ തന്നെ വിശ്വസിക്കണോ? നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്, നമ്മളിന്ന് സംസാരിക്കുന്നതും ഈ ഒരു കാര്യമാണ്. നമ്മളിന്ന് പഠിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച 2 കാര്യങ്ങൾ കണ്ടു. ദൈവപുത്രനായ ഈശോയെക്കുറിച്ചും ലോകരക്ഷകനായ ഈശോയെക്കുറിച്ചും കണ്ടു. ഇന്ന് നാളെ പക്കയിടം കൊണ്ട് പറയാം, ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, എൻ്റെ ഈശോ മാത്രമാണ് ഏകരക്ഷകൻ, ഈശോയാണ് ഏകരക്ഷകൻ. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇനി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈശോ ദൈവമല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ, ദൈവ സംശയമില്ലല്ലോ, ഈശോ ലോകം മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി വന്നതെന്ന് കണ്ടല്ലോ, പാവമോചനത്തിലൂടെ നമ്മൾ കണ്ടല്ലോ. ഇനി ഇന്ന് മൂന്നാമത്തെ കാര്യം പറയുമ്പോഴത്തേക്കിനും, മൂന്നാമത്തെ കാര്യം ഇതാണ്, ഈശോ ഏകരക്ഷകൻ. അപ്പോൾ ഈശോ എന്തുകൊണ്ടാണ് ഏകരക്ഷകൻ? അതിന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ അറിയാമല്ലോ, ബൈബിളൊക്കെ നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബൈബിളൊക്കെ കൊണ്ടാണ് പോകേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. ബൈബിൾ ഉണ്ടെങ്കിൽ പോയി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബൈബിൾ എവിടെയെങ്കിലും ആണെങ്കിൽ, അല്ല നമ്മുടെ വീട്ടിലെ ഈ ഇതായിരിക്കുമല്ലോ, ഈ ഫയലായിരിക്കുമല്ലോ, പല സാധനങ്ങളും വെക്കുന്ന ഫയലായിരിക്കും ബൈബിൾ. അങ്ങനെയൊന്നുമല്ല, നിങ്ങളൊക്കെ നല്ല പിള്ളേരാണെന്നറിയാം. വിശുദ്ധ ഗ്രന്ഥമൊക്കെ നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. ഓണെങ്കിൽ ഒന്ന് എന്താ പറയുക, നിങ്ങളൊന്ന് പോയി എടുത്തുകൊണ്ട് വരിക. അപ്പോൾ ആ സമയത്ത് ക്ലാസ് കൂടെ കേൾക്കാം. ഈ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. അടുത്ത സാധനം അണ്ടർലൈൻ ചെയ്തണം, അടുത്ത വാക്ക്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക്
വരുന്നില്ല. വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ എൻ്റെ ദൈവം നമ്മുടെ ദൈവം നമ്മളോട് പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല. അതായത് വേറെ കുറുക്കു വഴികളൊന്നും ഷോർട്ട് കട്ടുകളൊന്നുമില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതാരാണ്? പിതാവായ ദൈവത്തിലെത്താനുള്ള ഈശോ മിശിഹ എന്ന് പറയുന്ന ഏകമാർഗം. ഇതിൽ പരം എന്താ? ഏകരക്ഷകനായിട്ടുള്ള ദൈവത്തിലേക്ക് എത്താനുള്ള ഏകമാർഗം, രക്ഷയുടെ ഏകമാർഗം ഈശോ തന്നെയാണെന്ന്, ഈശോ മിശിഹ തന്നെയാണെന്ന് തമ്പുരാൻ കർത്താവ് തന്നെ കൃത്യമായിട്ട് പറയുക. എന്നിലൂടെ അല്ലാതെ വേറെ ആരും വരുന്നില്ല. ലോകത്ത് നിങ്ങൾ നോക്കിയോ, മറ്റു വിശ്വാസങ്ങൾ, നമ്മൾ ആരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം പറഞ്ഞ കാര്യം മറ്റു പല കാര്യങ്ങളും ചുറ്റും ഉണ്ടായിരിക്കും. ദൈവം കൃത്യമായിട്ട് പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് എത്തുന്നില്ല. ഇതിപ്പരം എന്താ? ഈശോ ഏക രക്ഷകനാണ്. തമ്പുരാൻ കർത്താവ് തന്നെ പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ രക്ഷ സാധ്യമല്ല, പിതാവിലെത്താൻ പറ്റത്തില്ല. വീണ്ടും ഈ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യം ബൈബിൾ ഞാൻ ഈ പറഞ്ഞ സമയത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് യോഹന്നാൻ സുവിശേഷം കഴിഞ്ഞ് നമ്മൾ മറിച്ച് കഴിഞ്ഞാൽ അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് എത്തും. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെയും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ആ അനുജൻ, എൻ്റെ സ്റ്റുഡൻറ്റ് പറഞ്ഞ പോലെ അവിടെയും ഇവിടെയും കാണുന്ന എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകും, ദൈവത്തിൽ ചെല്ലത്തില്ല, വേറെ എവിടെയൊക്കെ പോകും. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണ്, ആകാശത്തിന് കീഴെ ഭൂമിക്കും മീതെ ഒരൊറ്റ നാമമേ ഉള്ള രക്ഷയ്ക്കായിട്ട്, അത് യേശുനാമോ, ഈശോയുടെ നാമമാണ്. പിന്നെ നമ്മൾ തന്നെ വേറെ ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സിന് പോകുന്നത്, അല്ലെ വേറെ സോഴ്സ് തേടി പോകുന്നത്. ഒരൊറ്റ സോഴ്സേ ഉള്ളൂ, ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഉറവിടവും മാർഗ്ഗവും എല്ലാം തന്നെ രക്ഷയിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഈശോയുടെ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോ ഏകരക്ഷകനാണെന്ന് പറയാൻ, എൻ്റെ ദൈവമാണ് ഏകരക്ഷകൻ. കാര്യം കൃത്യമായിട്ട് ശ്ലീഹന്മാർ തന്നെ പറഞ്ഞു വെക്കുമോ, തമ്പുരാൻ കർത്താവ് തന്നെ പറഞ്ഞു വെക്കുമോ, എന്നിലൂടെ രക്ഷ സാധിക്കത്തുള്ളൂ, രക്ഷപ്പെടാൻ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇന്ന് ഞാൻ അവസാനം ചെറിയൊരു അസൈൻമെൻറ്റ് തരാം. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്നും കൂടെ ഇതിനെക്കുറിച്ചൊന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇനി 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖ, വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിലാണെങ്കിലും അതുപോലെ തന്നെ കർത്താവായ ഈശോ, മനുഷ്യരക്ഷകൻ, ഏഷ്യയിലെ സഭ, ഇങ്ങനെയുള്ള പ്രബോധന രേഖകളിലൊക്കെ തന്നെ വ്യക്തമായിട്ട് പിതാക്കന്മാരും മാർപ്പാപ്പയും അതുപോലെ തന്നെ പിതാക്കന്മാരും അൽമായ ശ്രേഷ്ഠരും ഒക്കെ തന്നെ പഠിച്ചെഴുതി വെച്ചിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒറ്റ രക്ഷകനേ ഉള്ളൂ, അത് ഈശോ മിശിഹായ. ഞാൻ പറയുന്നത് പലരും അവിടെ അങ്ങനത്തെ പഠനമുണ്ടല്ലോ, ഇവരിങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇതൊക്കെ മേലെ പണ്ടേ തമ്പുരാൻ കർത്താവ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാനാണ് ഏകരക്ഷകൻ. വീണ്ടും ഇതേ തമ്പുരാൻ കർത്താവ് സ്ഥാപിച്ച സഭയിലെ വിവരമുള്ള പിതാക്കന്മാർ പരിശുദ്ധ റുഹഖുദ്ദോസ് തമ്പുരാൻ അനുഗ്രഹത്താൽ എഴുതി വെച്ചിട്ടുണ്ട് ഈശോയാണ് ഏകരക്ഷകൻ എന്നുള്ള കാര്യം. അപ്പോൾ അതാണ് ഈ പറഞ്ഞ സഭയുടെ ഡോക്യുമെൻറ്റ്സാണ്. ചുമ്മാ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാലരമ വായിക്കുന്ന പോലെ അല്ലെങ്കിൽ കളിക്കുടുക്ക വായിക്കുന്ന പോലെ പൂമ്പാറ്റ പോലെ ഒന്നുമല്ല, പെട്ടെന്നൊന്നുമല്ല. നമ്മൾ കുട്ടികൾ ദീപിയൊക്കെ വായിക്കുന്ന പോലെ പെട്ടെന്ന് എഴുതി വെച്ചാൽ പോരാ. സഭയുടെ ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഈശോയാണ് ഏകരക്ഷകൻ. നമ്മളെക്കാളും അപ്സ്റ്റെയറിൽ കുറച്ചും കൂടെ ഒക്കെ താമസമുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഇതൊക്കെ തന്നെ പഠിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ കൃത്യമായ ബോധ്യത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, റുഹഖുദ്ദോസ് തമ്പുരാൻ അനുഗ്രഹത്താൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈശോയെ അറിഞ്ഞ് അനുകരിച്ച് ജീവിക്കുന്നവർ നേരിട്ട് രക്ഷയുടെ അനുഭവത്തിലെത്തുന്നു. നമുക്കൊക്കെ തന്നെ വലിയൊരു ചാൻസ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ക്രൈസ്തവരായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോയെ അറിയാനും അടുത്തറിയുവാനും ഇഷ്ടപ്പെടുവാനും അങ്ങനെ ജീവിക്കാനുള്ള അവസരമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ രക്ഷ തന്നെയായിട്ടുള്ള തമ്പുരാൻ കർത്താവ്, ഞാനാണ് രക്ഷ, എന്നിലൂടെ അല്ലാതെ രക്ഷ സാധ്യമല്ലെന്ന് പറഞ്ഞ് ഈശോ മിശിഹ മുന്നേ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മൾ വേറെ വല്ല, നമ്മൾ ഇതിന് പുറത്തോട്ട് പോകേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഒരു പരസ്യത്തിൽ പറയുന്നത്, ഈ വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടക്കുമെന്നൊക്കെ പറയുന്ന പോലെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ചങ്കത്ത് ചങ്കെടുപ്പായിട്ട് തമ്പുരാൻ കർത്താവ് നിൽക്കുമ്പോഴത്തേക്കിനും ഈശോ അല്ല ഏകരക്ഷകൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, അവന് വിവരമില്ലാന്ന് മാത്രം ഓർത്ത് അവനോട് ചിരി പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാറുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനാണ് ഏകരക്ഷകൻ, എന്നിലൂടെ രക്ഷ സാധ്യമല്ല എന്ന് പറയുന്നു. ഇനി ഞാൻ അവസാനം ഒരു ഭാഗം നിങ്ങൾക്ക് വായിക്കാനൊരു ഇത് പറയുന്നുണ്ട്, ഒരു പോർഷൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്കത് മനസ്സിലാവും. അവിടെയും പറയുന്നത് ഇങ്ങനെയാണ്, ഈശോ മിശിഹായിലൂടെ അല്ലാതെ രക്ഷയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചോളുക, ഉറച്ച ആ ബോധ്യം, ആ സത്യം തിരിച്ചറിഞ്ഞോളുക, ഈശോ മിശിഹായാണ് ഏകരക്ഷകൻ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ദൈവപുത്രനായ ലോകരക്ഷകനായ എൻ്റെ ഈശോ, നമ്മുടെ ഈശോയാണ് ഏകരക്ഷകൻ. ഈശോയിലൂടെ രക്ഷയുള്ളൂ, യാതൊരു സംശയമില്ല. എഴുതി ഒപ്പിട്ട് നമ്മൾ ഫയൽ അടച്ചേക്കുക, നമുക്കത് ഉറപ്പാണ്. കാര്യം കൃത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം തന്നെ, ശ്ലീഹന്മാർ തന്നെ നമുക്ക് ഈ പറഞ്ഞ വലിയ ഒരു ഉദാഹരണം പറഞ്ഞു വെക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ ഒരു സാധ്യത നമ്മുടെ മുന്നിൽ സത്യമായിട്ട് പറഞ്ഞു വെക്കുക. ഇപ്പം നമ്മൾ ഒത്തിരി പേര് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. രക്ഷ പലയിടത്തുമുണ്ട്, പല മാർഗ്ഗത്തിലൂടെ, പല റൂട്ടിലൂടെ, പല ബൈപ്പാസുകളുണ്ട്. ഒന്നുമല്ല, ഒരൊറ്റ കാര്യമുള്ള, ഒരൊറ്റ മാർഗ്ഗമുള്ള രക്ഷയ്ക്ക്, അത് നമ്മുടെ ഈശോ മിശിഹായിലൂടെയാണ്. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ആരാ പറഞ്ഞെന്നുള്ളത് നമുക്ക് കാണാം. സസ്പെൻസ് ഇരിക്കട്ടെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാൽ നമുക്ക് അവസാനം പറയാം. അപ്പോൾ ഇനി തെളിവിന് ഇനി ആവശ്യമുണ്ടോ? വീണ്ടും ഇതിൻ്റെ ഒരു പൂർത്തീകരണം, രക്ഷയുടെ ഈ ഒരു പദ്ധതിയുടെ പൂർത്തീകരണം എങ്ങനെയാണെന്നുള്ളത് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്. ഹെബ്രായർക്കുള്ള ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ മുമ്പേ എടുത്ത ബൈബിൾ മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് തുറക്കുക, വീണ്ടും കുറച്ചും കൂടെ മുന്നോട്ട് വരിക. ഹെബ്രായർക്കുള്ള ലേഖനം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു.
പൂർവ്വകാലഘട്ടങ്ങളിൽ. ഇനി പറയാൻ നോക്കിക്കൊള്ളുക. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്ന പണ്ട് പ്രവാചകന്മാരിലൂടെയും മറ്റു പല മാർഗ്ഗങ്ങളിലൂടെയും ദൈവം സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തൻ്റെ പുത്രനായ തമ്പുരാൻ കർത്താവ് മിശിഹാനാഥൻ വഴി, ഈശോ മിശിഹ വഴി നമ്മളോട് ദൈവം സംസാരിച്ചിരിക്കുന്നു. അതായത് അതിനാൽ മിശിഹായിലൂടെയാണ് ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത ലഭിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ആ ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് മിശിഹായിലൂടെയാണ്. അപ്പോൾ ഏകരക്ഷകനായ മിശിഹായെ നമുക്ക് അടുത്തറിയാൻ നമുക്ക് ശ്രമിക്കാം. ആ ഒരു ബോധ്യത്തിൽ നമ്മുടെ തമ്പുരാൻ കർത്താവ് സാറിന് ഇപ്പോൾ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ പുസ്തകത്തിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടീച്ചർമാരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കാര്യം ഇത് ഉറപ്പിച്ച് പോകണം. ഈ ഒരു കാര്യം നമുക്ക് ഇവിടെ നല്ല ഉറപ്പിച്ച് കോൺക്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഈശോ മിശിഹ ലോകരക്ഷകനാണ്, ഏകരക്ഷകനാണെന്ന് പറഞ്ഞു. ഇനി നമുക്കത് അവസാനം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഈശോ മിശിഹ എൻ്റെ രക്ഷകനാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെയും നിങ്ങളുടെയും രക്ഷകനാണ്. നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി തമ്പുരാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. കുരിശിൽ മരിച്ച് 3 ആണികളാൽ തൂക്കപ്പെട്ട്, അല്ലേ, കുരിശിൽ വേദന സഹിച്ച് മരിച്ചു. പക്ഷേ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് കർത്താവിൻ്റെ അതാണ് ഈശോ ആയത്, അല്ലേ, ദൈവമായത്. ഒത്തിരി പേര് ലോകത്ത് വന്ന് ഒത്തിരി വിമോചനമൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ മരണത്തോടെ അവരുടെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തു. പക്ഷെ ഒരിക്കലും അടയ്ക്കാത്ത ഒരു വലിയ ചാപ്റ്ററാണ് നമ്മുടെ തമ്പുരാൻ കർത്താവ്. ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അപ്പം ഈശോ ആരാണ്? ഏകരക്ഷകൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറഞ്ഞ തമ്പുരാൻ കർത്താവിൻ്റെ മുന്നിൽ സാക്ഷ്യം പറഞ്ഞ പത്രോസ് ശ്ലീഹായെ പോലെ ഈശോ എനിക്കാരാണ്, എൻ്റെ രക്ഷകനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഞാനപ്പോൾ മുമ്പേ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ദിവസം അസൈൻമെൻറ്റ് പറഞ്ഞായിരുന്നു, ഈശോ ആരാണെന്ന് ചിന്തിച്ചു. നമുക്ക് ഒത്തിരി പറയാം. എൻ്റെ സുഹൃത്താണ്, ഇങ്ങനെ എൻ്റെ ഹൃദയത്തിനുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, ഞാൻ ഹൃദയത്തിൻ്റെ മറ്റേ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വശത്തൊക്കെ ഉള്ള ആളെന്നൊക്കെ പറയും, എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷേ ഈശോ എൻ്റെ രക്ഷകൻ കൂടിയാണ്, എൻ്റെ സുഹൃത്ത്, എൻ്റെ ചങ്കൊക്കെയാണ്. അപ്പോൾ ഈശോ എൻ്റെ ഏകരക്ഷകനാണ്. ഈശോ രക്ഷകനാണെന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. അപ്പോൾ അതാ പ്രധാനപ്പെട്ട കാര്യം. ബുദ്ധി കൊണ്ട് ഓക്കെ, സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഒന്നുമില്ല അങ്ങേരത്തോളം കഷ്ടപ്പെട്ട് പറഞ്ഞല്ല, അങ്ങ് വിശ്വസിച്ചേക്കാം, വേണ്ട. ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ഹൃദയം കൊണ്ട് അനുഭവിക്കുവാനും നമുക്ക് സാധിക്കണം. വ്യക്തിപരമായി അവിടുത്തെ നമ്മുടെ രക്ഷകനായിട്ട് മാറണം. രക്ഷകനായിട്ട് ഈശോയെ നമ്മുടെ രക്ഷകനായിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് ഏറ്റു പറയാൻ പറ്റണം. അപ്പോൾ ഈ പറഞ്ഞാൽ ഈശോ നമ്മുടെ സുഹൃത്താകും. ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിക്കിലല്ല, ഫുൾ ദിക്കിൽ ഈശോ മിശിഹ വരും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോ ഒപ്പം ഉണ്ടാകും. കാര്യം രക്ഷകനായ ദൈവപുത്രനായ തമ്പുരാൻ കർത്താവ് എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ, എൻ്റെ രക്ഷകനാണെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? എൻ്റെ എല്ലാ സഹനങ്ങളും എനിക്ക് സന്തോഷത്തോടെ നേരിടാൻ പറ്റത്തില്ലേ? ഈശോയെ രക്ഷകനായിട്ട് കണ്ടെത്തുവാനും ഈ ബോധ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ തന്നെ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈശോ മിശിഹായുടെ വലിയ കൃപ, വ്യക്തമായി പറഞ്ഞാൽ റൂഹ ഖുദസ് തമ്പുരാൻ്റെ വലിയ കൃപ നമുക്ക് വേണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈശോ എൻ്റെ രക്ഷകനാണെന്ന് നമുക്ക് ഏറ്റു പറയാം. സാറ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. 1-ാമത്തെ പാഠത്തിൽ നമ്മൾ ഈശോ എൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഏകരക്ഷകനായ ഈശോ മിശിഹ, ദൈവപുത്രനായ ഈശോ മിശിഹ, അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷകനാണ്. ഈശോ മിശിഹ ഏകരക്ഷകനാണ്. കൂടാതെ ഈശോ മിശിഹ എൻ്റെയും രക്ഷകനാണ്. ഈ ബോധ്യത്തിൽ കഴിയുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകം വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഞാൻ അവസാനമായിട്ട് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരികയാണ്. ഇന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ പോരാ, നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ബൈബിളൊന്ന് എടുക്കുക, തുറക്കുക, വായിക്കുക. അത്രയുള്ള അസൈൻമെൻറ്റ്, വേറെ ഒന്നുമില്ല. ഒരു ദൈവവചനം വായിക്കണം. ആ ഭാഗം ഇതാണ്: അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. തടവറയിലെ അത്ഭുതമാണ് കോണ്ടെക്സ്റ്റ്. ഞാനതാണ് പറഞ്ഞത്. ഈശോ മിശിഹായിലല്ലാതെ വേറെ എങ്ങും രക്ഷയില്ല. കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, നീയും നിൻ്റെ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ എവിടെ നമ്മൾ വിശ്വസിക്കണമെന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിരുന്ന ഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അതിന് സാധിക്കട്ടെ, നിങ്ങൾ വായിക്കുക, ആ ഒരു ബോധ്യത്തിലായിരിക്കുക. ഈ ഒരു വലിയ വിഷയമാണ്, പെട്ടെന്ന് നമ്മൾ പറഞ്ഞു തീർത്തു. സംശയമുണ്ടെങ്കിൽ ഒരു സംശയവും നിങ്ങൾ അതിൽ വിചാരിക്കേണ്ട. നിങ്ങളുടെ വികാരിയച്ഛനോടോ നിങ്ങളുടെ അധ്യാപകരോടോ ചോദിച്ച് ഈ ബോധ്യം ഉറപ്പിക്കണം. അഭിമാനത്തോടെ പറയണം, ഈശോ എൻ്റെ രക്ഷകൻ. നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം പ്രാർത്ഥിച്ചുകൊണ്ട്. നമുക്കെല്ലാം ഒന്ന് കണ്ണടയ്ക്കാം. ഏകരക്ഷകനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈശോ മിശിഹായി, അങ്ങാണ് ഏകരക്ഷകനെന്ന് എവിടെയും ഏറ്റുപറയുവാനുള്ള തൻ്റെ ഇടവും മനക്കരുത്തും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. എന്നും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങയുടേതായി ജീവിക്കുവാൻ, എൻ്റെ രക്ഷകനായി അങ്ങേ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ അനുവദിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ, സകല വിശുദ്ധരെ, സകല മാലാഹമാരെ, നിങ്ങളുടെ മാധ്യസ്ഥം എന്നും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.